നമ്മളിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ആരെങ്കിലും ഡയൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരു ഹലോ ടൂണാണ് നമ്മൾ കേൾക്കുന്നത്. പണ്ട് കൊറോണ കാലത്താണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് സൈബർ തട്ടിപ്പിൻ്റെ മുന്നറിയിപ്പുകളാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും വീഴരുത്, ഇങ്ങനെയുള്ള ഫ്രോഡുകളൊക്കെ സംഭവിക്കും എന്നുള്ള കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഒരു ട്രൈ വഴി അവർ ചെയ്യുന്ന ആൾക്കാരെ ഇനി തട്ടിപ്പിൽ വീഴാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മുന്നറിയിപ്പാണത്. ഇത്രയൊക്കെ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഇപ്പോൾ തട്ടിപ്പ് വീഴുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കൂടി വരും, അവരുടെ പ്രൊഫൈൽ കൂടി വരികയാണ്. നേരത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടീച്ചർമാരും ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജസ്റ്റിസുമാരും വൈദികന്മാരുമാണ് വീണുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ തലയിലോട്ട് ഈ പറയുന്നതൊന്നും കയറുന്നില്ല? എന്താണ് സാർ ഇത്? ഇവർക്ക് മൂളയില്ലേ? പൈസയ്ക്ക് വേണ്ടി എന്നും കണ്ണടച്ച് 90 ലക്ഷം, 1 കോടി, 1.5 കോടിയൊക്കെയാണ് കൊണ്ട് കളയുന്നത്. സൈബർ തട്ടിപ്പുകൾ ഇപ്പോൾ നമ്മൾ സജീവമാകുന്നുണ്ട്. കാരണം സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിരവധി ഇപ്പോൾ റിംഗ് ടോണുകൾ എല്ലാ ഫോണെടുത്താലും ഫോണിൽ കേൾപ്പിക്കുന്നുണ്ട്. ഗവൺമെൻറ് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പല രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ അടുത്ത് തന്നെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ ഒരു വൈദികനെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുതിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളാണ്. നേരത്തെ ഫോൺ വഴി നമുക്ക് ലോൺ തരാം, ഫണ്ട് തരാം, പല രീതിയിലുള്ള OTP എടുക്കുക, അങ്ങനെയുള്ള രീതി. ഇപ്പോൾ പുതിയൊരു ട്രേഡിംഗ് വന്നേക്കുന്ന ഓൺലൈൻ ട്രേഡിങ്ങിൽ 850% ലാഭം ഓഫർ ചെയ്തുകൊണ്ട് വൈദികന്റെ കയ്യിൽ നിന്ന് 850% ഓഫർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 കോടി രൂപയോളം നിക്ഷേപിച്ചു. ആദ്യം 20 ലക്ഷം നിക്ഷേപിച്ചു, അത് കഴിഞ്ഞ് 30 അതിന്റെ തിരിച്ചു കൊടുത്തു. അവസാനം വൻ തുക നിക്ഷേപിച്ചു. വൈദികൻ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാം, പല കമ്പനികളുടെ പേരിൽ പല ഓൺലൈൻ ട്രേഡിങ്ങിന്റെ ആപ്പ് തുടങ്ങിയിട്ട് അവരെ പറ്റിക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പ്രഗത്ഭനായ ഒരു ജസ്റ്റിസിന് തൃപ്പൂണിത്തുറയിൽ 80 ലക്ഷം രൂപയോളം പറ്റിച്ചിട്ടുണ്ട്. അത് ബാങ്കുകളുടെ സമയത്ത് ഇടപെടൽ മൂലം എനിക്കൊന്ന് 25 ലക്ഷം രൂപയോളം തിരിച്ചു പിടിച്ചു റിട്ടയർഡ് വൈദികൻ. അതുകൂടാതെ നമ്മൾ പഴയതാണെങ്കിൽ ഒക്കെ തിരുവല്ലയിൽ പണ്ടൊരു ബിഷപ്പിനെ പറ്റിച്ചു. 15 ലക്ഷം. നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളെ പോലീസ് കസ്റ്റഡിയിലാണെന്ന് ധരിപ്പിക്കുകയാണ്. ഇത് സാധാരണ ഇത് ഓൾറെഡി എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ആഭ്യന്തര മന്ത്രാലയം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒരു വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. പോലീസുകാർ വരുന്നുണ്ട്, അവർ നേരിട്ട് വരും. അതിനുശേഷം ഇപ്പോൾ മഹാരാഷ്ട്രയിലും പല സ്ഥലങ്ങളിലും പോലീസ് യൂണിഫോമിൽ തന്നെ വന്ന് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ വിദ്യാസമ്പന്നരിങ്ങനെ വീണ്ടും തട്ടിപ്പിൽ വീഴുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. കഴിഞ്ഞ ദിവസം വീണ്ടും കോട്ടയം ജില്ലയിലെ മാസങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി എന്നൊരു പ്രഗത്ഭ ഡോക്ടർ ഏതാണ്ട് പുള്ളിയെ സൈബർ തട്ടിപ്പിൽ പറ്റിച്ചു. ബാങ്കുകാരും പോലീസും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് പുള്ളിക്ക് കുറച്ച് പൈസയെ പോയുള്ളൂ. ഡോക്ടറാണ്, ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടർക്കാണ്. ഇപ്പോഴും പലർക്കും ഈ ഫോണിൽ കൂടെ പല രീതിയിലും ഞങ്ങളുടെ പല സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം ചാനലിലേക്കും പല കോളുകളും വന്ന് പല രീതിയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഫോണുകളും കാര്യങ്ങളും നമ്മളെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ പല രീതിയിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും നമ്മുടെ ഫണ്ടുകളുണ്ട്. ആഫ്രിക്കൻ, നൈജീരിയ പോലെ സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യകാലങ്ങളിൽ സൈബർ തട്ടിപ്പ് വന്നുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് നമുക്ക് ആഫ്രിക്കയിൽ ഫണ്ടുണ്ട്, നിങ്ങളെ ഫണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്, നമുക്കത് വീണ്ടും ചെയ്യാം. അത് പല രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 50 കോടി രൂപ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും ഇതിനൊരു ചെറിയ കമ്മീഷനുണ്ട്, ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇടുക, അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. എങ്ങനെയും തട്ടിപ്പിക്കാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇരുന്ന് പല രീതിയിൽ തട്ടിപ്പിന്റെ നാനാവിശേഷങ്ങൾ. അതിന് നേരത്തെ ആണെങ്കിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനോടും അമ്മയോടും വീട്ടിലേക്ക് വിളിച്ച് ഫോൺ ചെയ്യുവാണ്. അവർ കറക്റ്റ് അഡ്രസ്സ് എടുത്ത് ഇന്ന കോളേജിൽ ഇന്ന സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. കറക്റ്റായിട്ട് എടുത്തിട്ട് അവർ മാതാപിതാക്കളെ വിളിക്കും, നിങ്ങളുടെ കൊച്ച് ഡ്രഗ് കേസിൽ പെട്ടിട്ടുണ്ട്, CBIയുടെ കസ്റ്റഡിയിലാണ്, CBI അതിന് നടപടി എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ കേസിൽ നിന്ന് ഊരിത്തരാം. നിരവധി രീതിയിൽ പെട്ടെന്ന് മാതാപിതാക്കൾ വിവരവും വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുറഞ്ഞ പാവപ്പെട്ടവരാണെങ്കിൽ പെട്ടെന്നായിരിക്കും മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, അവർ അപകടത്തിൽപ്പെട്ടോ അവരെ പെട്ടെന്ന് അതിനകത്ത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരോടും ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സൈബർ സെല്ലിന് പ്രത്യേക നമ്പറുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സൈബറുണ്ട്, ഏത് സ്റ്റേഷനിലും ഏത് പോലീസുകാരെയും നമുക്ക് അന്നേരം തന്നെ വിളിച്ചറിയിക്കുക. ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ എന്നിട്ടും ഈ നാട്ടിൽ വീണ്ടും വീണ്ടും ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും അവരുടെ പരമാവധി അവർ പല രീതിയിലും പല മാർഗങ്ങളിലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി ശാരിക എന്നാ പറയുന്നത്? എനിക്ക് തോന്നുന്നു സാറേ, ഈ മലയാളികളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മലയാളികൾ പൈസ ഇല്ലെന്ന് പറയുന്നത് കാരണം അതുപോലെ നമ്മുടെയൊക്കെ ഇപ്പോൾ ചേർത്തല പോലൊരു സ്ഥലത്ത് അതിപ്രശസ്തരായിട്ടുള്ള സ്കിൻ ഡോക്ടേഴ്സ്, ഭാര്യയും ഭർത്താവും, ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഏതാണ്ട് 40 കോടി രൂപയാണ്. ഏതാണ്ട് കേരളത്തിൽ 283 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പാണ്. എങ്കിലും 40 കോടി രൂപ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് തട്ടിച്ചിരിക്കുന്നത്. സാറൊന്ന് ആലോചിച്ച് നോക്കുക സൈബർ ക്രൈമിൻ്റെ ഒരു ബാഹുല്യം എത്ര മതി. ഇത് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് സൈബർ സെക്യൂരിറ്റിക്ക് ആളുകൾ എൻ്റെ മോളുടെ സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് ഈ ഒരു വിവരം അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള സ്കിൻ കെയറിലെ ഏറ്റവും അതിപ്രശസ്തരായ ഡോക്ടേഴ്സ്, അവരുടെ നിന്ന് തട്ടിച്ചത് ഏതാണ്ട് 4 കോടി രൂപയാണ് ഈ സൈബർ തട്ടിപ്പിലൂടെ തട്ടിച്ചെടുത്ത്. ഇവർക്കൊക്കെ ഇപ്പോൾ സാർ ഞാനതാ പറഞ്ഞത്, പൈസയുടെ ബാഹുല്യം കൊണ്ടായിരിക്കാം ഈ ഓൺലൈൻ ട്രേഡിലൊക്കെ കൊണ്ട് ഈ 840% കൂടുതൽ പലിശ കിട്ടും അത്രേ. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര ബുദ്ധിയുള്ളൂ ഇവർക്ക്. ഇവരൊക്കെ പഠിച്ച് അതിപ്രശസ്തരായ ഒരു ആയുഷ്കാലം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും അവർ ഈ ഓൺലൈനിൽ നിസ്സാര ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനിൽ അന്ധമായി കൊണ്ടിടുക എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സൈബർ തട്ടിപ്പിൻ്റെ വിളനിലമായി കേരളം മാറിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കംബോഡിയയിൽ നിന്ന് സാറ് പറഞ്ഞ നൈജീരിയ, ആഫ്രിക്കയിലെ
സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ തട്ടിപ്പിന്റെ കേന്ദ്രമാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ ഇവിടുന്ന് മലയാളികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് സർ. അതായത് കൂലിപ്പട്ടാളക്കാരായിട്ട് അല്ലെങ്കിൽ കൂലിക്കാരായിട്ട് കൊണ്ടുപോയിട്ട് അവരവിടെ എന്ത് ജോലിക്ക് ഇവരെ ഇരുത്തുന്നത്? മലയാളികളെ തന്നെ പറ്റിക്കാൻ മലയാളികളെ കൊണ്ടിരുത്തുവാണ്. എതിർക്കുന്നവരെയാണ്. സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് 2-3 മാസം മുമ്പ് തൃശ്ശൂർ 6 യുവാക്കളെ കംബോഡിയയിൽ നിന്ന് ഒരു ടാക്സി ഡ്രൈവർ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കുകയുണ്ടായി. അവർ പറയുന്ന റീസൺ, തങ്ങൾ പൈസ കൊടുത്ത് കംബോഡിയയിൽ ജോലിക്ക് പോകുന്നു. കംബോഡിയയിൽ ജോലിക്ക് പോകുന്നതിന് ശേഷം സിസ്റ്റത്തിന്റെ മുമ്പിൽ കൊണ്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് പക്ക സൈബർ ഫ്രോഡാണ്, സ്കാമിംഗ് ആണ്. അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കില്ല, അവരെ പട്ടിണിക്കിടും, അതിക്രൂരമായ മർദ്ദനങ്ങൾ. ഒരു പക്ഷേ അപ്പുറത്തെ ഈ പറയുന്ന മോണിറ്ററിന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ മലയാളികൾ തന്നെയാവാം. അതിന് ചെയ്യാത്ത മലയാളികളെ അതിക്രൂരമായി അവർ ഒരുപാട് പേര് ഇന്നും എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട്. കംബോഡിയയിലും മറ്റ് ആഫ്രിക്കൻ സ്ഥലങ്ങളിലും ഒക്കെ ഇതുപോലെ ജോലി തട്ടിപ്പിനായിട്ട് കൊണ്ടുചെന്ന് ഈ ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലും ഈ പറയുന്ന പോലെ സൈബർ അറസ്റ്റ് എന്ന രീതിയിൽ തട്ടിച്ച് നടത്തി ആൾക്കാരുടെ നിന്ന് പൈസ പിടുങ്ങുന്നത്. ഇങ്ങനെയുള്ള പല വാണിങ്ങുകൾ നൽകിയിട്ടും മലയാളിക്ക് പൈസയോടുള്ള, വെറുതെ പൈസ കിട്ടിയാൽ എൻ്റെ കീശയിലോട്ടും പോരട്ടെ എന്നുള്ള ആർത്തിയായിരിക്കും അല്ലെ സാർ ഇങ്ങനെയുള്ള ഒരു. ഉറപ്പായിട്ടും അതെ. മലയാളിക്ക് എങ്ങനെയും പൈസ ഇരട്ടിപ്പിക്കുക. ഇപ്പം 850% ലാഭം എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, 850% എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ എങ്ങനെ ഇരട്ടിക്കുക? നോട്ട് ഇരട്ടിപ്പ് എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇരട്ടി നോട്ട് കൊടുത്താൽ 1 ലക്ഷം രൂപ കൊടുത്താൽ 3 ലക്ഷം കിട്ടുമെന്ന് പറയും. ആൾക്കാരെല്ലാം കൂടെ വന്ന് ഓടും, പോലീസിനെ കണ്ട് പേടിക്കും. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ ഉദാഹരണം പറയാം, കണ്ണൂരൊരു സംഭവം ഉണ്ടായിരുന്നു. 2 സ്ഥലത്ത് 1 രൂപ നോട്ടുമായിട്ട് വന്നാൽ 9000 രൂപയുടെ സാധനം കിട്ടും. 1 രൂപയുടെ നോട്ടുമായിട്ട് വരുന്ന 70 പേർക്ക് ഇന്നലെ ഓൺലൈൻ മാധ്യമത്തിൽ കണ്ണൂരുണ്ടായിരുന്നു വിഷയങ്ങൾ. ആ കട ഇന്നലെ തന്നെ പോലീസ് അടപ്പിക്കുകയോ, ഭയങ്കര തിരക്കായി. 1 രൂപ നോട്ടുമായിട്ട് വരുന്നവർക്ക് 9000 രൂപയുടെ സാധനം. മലയാളികളെ സംബന്ധിച്ചോളം എവിടെ ഫ്രീ കിട്ടും അല്ലെങ്കിൽ എവിടെ ഇരട്ടിപ്പിക്കാൻ. ഈ 1 രൂപ നോട്ടുമായിട്ട് ഇന്നലെ 100 കണക്കിന് ആൾക്കാരായിരുന്നു കണ്ണൂർ ഒരു ഷോപ്പിന്റെ മുമ്പിൽ. ആ 2-3 കടയിൽ ഇങ്ങനെ പോപ്പറ 1 രൂപയുടെ നോട്ടുമായിട്ട് എന്നാൽ ഓഫറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പണം ഇരട്ടിയായിട്ട് കിട്ടുമോ, ഡിസ്കൗണ്ട് കിട്ടുമോ, എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ആദ്യം ചാടിപ്പോകുന്ന ഒരു വ്യക്തികളാണ് മലയാളികളെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് മലയാളികളുടെ ഏരിയയിലാണ്. അതിന് മലയാളികളെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം സരിക പറഞ്ഞ പോലെ ഇവിടുന്ന് റിക്രൂട്ട്മെന്റ് സെക്ടർ കൊണ്ടുപോയിട്ട് ഈ മലയാളികളെ തന്നെ അതിനകത്ത് ഇരുത്തി മലയാളികൾ തന്നെ മെസ്സേജ് കൊടുത്ത് ആ രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും സൈബർ തട്ടിപ്പുകാർ കേരളത്തിൽ പെരുകിയിട്ടുണ്ട്. എല്ലാവരും, മാതാപിതാക്കളുടെ കുട്ടികളുടെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും വ്യാപാരികളായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈബർ സെല്ലിനെയോ പോലീസിനെയോ ബന്ധപ്പെടുക. അവർ ഏത് സമയത്ത് സഹായ സഹകരണങ്ങളുമായിട്ടെല്ലാം, നമ്മൾ പോലീസിനെ പല കാര്യങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ മുൻപന്തിയിലാണ്. ഇപ്പം ഞാനീ പറഞ്ഞ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ കാര്യങ്ങൾ ബാങ്കുമായിട്ട് പോലീസാണ് ബന്ധപ്പെട്ട് പെട്ടെന്ന് ചെയ്തത്. ഇപ്പം ജസ്റ്റിസിന്റെ പൈസയാണെങ്കിലും 10-25 ലക്ഷം രൂപ അവർ ബ്ലോക്ക് ചെയ്ത് കൊടുത്തു. വൈദ്യന്റെ കാര്യം അവരെ കൊണ്ട് പറ്റുന്ന, നമ്മൾ അവരെ വിശ്വസിക്കണം. എന്തെങ്കിലും സംഭവങ്ങളോ സംശയങ്ങളോ കൂടുതൽ നമ്മുടെ ഫോണിൽ, കാരണം നമ്മുടെ ഫോണിൽ ഇപ്പോൾ നമ്മുടെ സൈബർ സെല്ലിൻ്റെ പല രീതിയിൽ പലരും പറയുന്നതാണ് 1 മിനിറ്റ് കൂടുതൽ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ഫോണിലുള്ള പല ഡേറ്റാസ് പോലും അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കാവുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ സൈബറിൻ്റെ നമ്പർ നമ്മളിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. സൈബർ സെല്ലിൻ്റെ ഏത് സമയത്ത് നിങ്ങൾക്ക് 24 hours വിളിക്കാവുന്ന നമ്പർ നമ്മൾ താഴെ ഡെയിലി ഇത് കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും ബന്ധപ്പെടുക, എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക, ഇതിനകത്ത് പെടാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതിൽ ഈ ജസ്റ്റിസ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഹൈ പ്രൊഫൈൽ റേഷ്യോ കൂടി വരുവാണ്. നേരത്തെ സാധാരണക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ വീഴുന്നത് മുഴുവനും ഡോക്ടർമാര്, ജസ്റ്റിസുമാര്, ഈ വൈദികർക്ക് എന്തിനാണ് സാർ ഓൺലൈൻ ട്രേഡിങ്ങിൽ കൊണ്ട് പൈസ നിക്ഷേപിക്കുന്നത്? അവർക്ക് എന്താണ് സ്വകാര്യമായ ആവശ്യങ്ങളുള്ളത്? 1.5 കോടി രൂപ, അതും പല സഭാംഗങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി, ഇടവകാംഗങ്ങളെ വിളിച്ചുകൂട്ടി അവരിൽ നിന്നൊക്കെ സമാഹരിച്ച് ഇത് സഹായിക്കാനായിട്ടോ വീട് വയ്ക്കാനോ റോഡ് നിർമ്മിക്കാനോ പള്ളി നിർമ്മിക്കാനോ ഒന്നും അല്ല ഈ പൈസ കൊണ്ടിടുന്നത്. ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതിൽ പലരും പെണ്ണ് കേസിൽ, അതായത് ഈ പറഞ്ഞ സൈബർ ക്രൈമിൻ്റെ അവർ അതിലൊരു മറയാക്കി വെക്കുന്ന സാധനം ഏതെങ്കിലും ലേഡീസ് ആയിരിക്കും ഇത് ആവശ്യപ്പെടുന്നത്. ലേഡീസിൻ്റെ പ്രൊഫൈലാണ് മിക്ക നമ്മൾ സൈബർ ഫ്രോഡ് ആപ്പുകൾ എടുത്തല്ലോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ ചെല്ലുവാണെങ്കിൽ ഞാനൊക്കെ ഇതിന് അറിഞ്ഞുകൊണ്ട് തന്നെ തലവെച്ച് കൊടുത്തിട്ടുണ്ട്. കാശൊന്നും കളഞ്ഞിട്ടില്ല. പക്ഷേ അവരൊരു വളരെ വളരെ സെക്സി ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഫോട്ടോ ഇടുന്നു, അവർ നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഇന്ന ഫണ്ട് ഇടുക, 1000 രൂപ ഇട്ടാൽ 2000 രൂപയ്ക്ക് തരും. ആദ്യമൊക്കെ ഇവർ തരുന്നു. ഈ വൈദ്യനും പറ്റിയത് തന്നെയാണ്. ആദ്യം പൈസ ഇട്ട് കൊടുക്കുന്നു, പിന്നീട് അതിന് തിരിച്ച് ഇരട്ടിയായിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വൈദികൻ ഈ പറഞ്ഞ സഭാവിശ്വാസികളെ അറിയിച്ചുകൊണ്ട് അവരിൽ നിന്നും പൈസ ശേഖരിച്ച് ഏതാണ്ട് 3-4 അക്കൗണ്ടിലേക്കാണ് 28 ലക്ഷം രൂപയാണ് ഇപ്പോഴും ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടിയിട്ട്, ഓൺലൈൻ തട്ടിപ്പല്ല, ഓൺലൈൻ റമ്മി കളിക്കാനായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അതെല്ലാം പോലീസ് ചേർന്ന് മരവിപ്പിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ പള്ളികളിലായാലും ഓരോ മോസ്കുകളിലായാലും അമ്പലങ്ങളിലായാലും ഇത് വിവരങ്ങൾ കൊടുക്കേണ്ട ആൾക്കാർ ഇതിനിരയാകുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യമൊന്നും സാറ് പറയണം. അത് സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. മലയാളികൾ എവിടെ ഓഫർ വെച്ചിട്ടുണ്ടോ അവിടെ എല്ലാം
വാലും പൊക്കി പോവും. എന്തിന്റെ പേരിലായാലും ശരി, റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കാനാണ് മലയാളി യുവാക്കൾക്ക് മടി. എന്നാൽ ഈ പറയുന്ന പോലെ ലുലുവിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സ്ഥാപനങ്ങളിലോ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഓടും. ആരെങ്കിലും എന്തെങ്കിലും ഒരു പടം ലൈക്ക് ചെയ്തിട്ട് 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് പോയി നിൽക്കും. എന്നാൽ ഒന്നും കിട്ടത്തുമില്ല താനും. ഇത് എത്ര കിട്ടിയാലും പഠിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ. നിങ്ങളുടെ കയ്യിലെ പൈസ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൈസ എവിടെയോ ഇരിക്കുന്ന ആഫ്രിക്കക്കാരനോ നൈജീരിയക്കാരനോ ഒക്കെ ചോർത്തിക്കൊണ്ട് പോകുന്നത് അറിയാതെ നിങ്ങൾ ഇപ്പോഴും വെറുതെ ഇതിന്റെ പുറകെ പോവുകയാണ്. നമ്മുടെ സൈബർ സെൽ വളരെ അലേർട്ടാണ്, അവർ വളരെ ഹെൽപ്ഫുള്ളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ജാഗരൂകരായിരുന്നു കൊണ്ട് തന്നെ അപ്പം തന്നെ പോലീസിൽ, നിങ്ങൾക്ക് സംശയം തോന്നുന്ന എന്ത് സംഭവം കിട്ടിയാലും അപ്പം തന്നെ പോലീസിൽ അറിയിക്കുക. അവർ ഓൾ ഓഫ് എ സഡൻ പൈസകളും നമ്മുടെ മാനവും രണ്ട് സാധനങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നു. പൈസയും നഷ്ടപ്പെടും, മാനവും നഷ്ടപ്പെടും, ലോകം അറിയും. ഇതൊന്നും പോകണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാതെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അത് മാതാപിതാക്കളെ അറിയാം. ഇനിയിപ്പോൾ മാതാപിതാക്കളാണ് പെടുന്നതെങ്കിൽ നേരെ തന്നെ സൈബർ പോലീസിനെ ഡയറക്റ്റായിട്ട് അറിയിക്കുക. ഇനിയെങ്കിലും അതിനുള്ള ഒരു സാമാന്യ ബോധം മലയാളികൾ കാണിച്ചാൽ അവനവൻ്റെ കയ്യിലെ കാശ് അവനവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇത് വീണ്ടും ഞങ്ങൾ ഈ ന്യൂസ് ചെയ്യാൻ കാരണം ഇതൊരു പ്രത്യേക സന്ദേശമാണ് ഞങ്ങൾ നൽകുന്നത്. കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉടനടി തന്നെ നിങ്ങൾ പോലീസിനെ അറിയിക്കുക. നിങ്ങൾ എന്ത് തട്ടിപ്പുകൾ ഏത് രീതിയിൽ വന്നാലും, അത് ട്രേഡിങ്ങിലായാലും ഓൺലൈനായാലും ഏത് രീതി തട്ടിപ്പ് വന്നാലും ഉടനടി നിങ്ങൾ പോലീസിനെ അറിയിക്കുക. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒരു സന്ദേശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ന്യൂസ് വീണ്ടും ചെയ്യുന്നത്.